നമ്മൾ കേരളത്തിലെ സ്വകാര്യ കെട്ടിട നിർമ്മാണ മേഖലയിലെ കരാറുകാരുടെ സംഘടനയായ പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹികളാണ്. നമ്മളിന്ന് പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ സംഘടനയുടെ ഒരു പഞ്ചദിന സത്യാഗ്രഹ സമരം ഇന്നലെ ആരംഭിക്കുകയും ഇന്നത് 2ാം ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ മേഖലയിലെ വിവിധ വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ സത്യാഗ്രഹ സമരം ആരംഭിച്ചിട്ടുള്ളത്. നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ മേഖല രൂക്ഷമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമുക്ക് അത് കാണാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം നിർമ്മാണ മേഖലയിൽ വർക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാഠിന്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷെ അത് അനുഭവിക്കുന്നത് ഈ മേഖലയിലെ കരാറുകാരും തൊഴിലാളികളുമാണ്. അതിൻ്റെ അത്തരം നടപടികൾ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കേണ്ട ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇപ്പം മണൽവാരൽ നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അത് പെട്ടെന്നാണെന്തോ ഒരു അട്ടിമറി അതിൽ നടന്നിട്ടുള്ളത്. അതിലെല്ലാം വലിയ മാഫിയകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സംശയമാണ് സംഘടനയ്ക്കുള്ളത്. അത്തരം സന്ദർഭങ്ങളിൽ സർക്കാർ ഇടപെടണം. മണൽവാരൽ പുനരാരംഭിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. അപ്പം നിർമ്മാണ മേഖല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം വർക്ക് വളരെ കുറഞ്ഞിട്ടുള്ളത്, നേരത്തെ നമുക്കറിയാം, നാട്ടിൽ വരുന്ന വ്യവസായികളും കച്ചവടക്കാരും കർഷകരും എല്ലാമുള്ള ആളുകൾ കുറച്ച് പണം കയ്യിൽ വരുമ്പോൾ സ്വാഭാവികമായും നിർമ്മാണ മേഖലയിലാണ് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. വലിയ പണം നിക്ഷേപിക്കും. അവരാവശ്യത്തിന് ചെറിയ ചെറിയ കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള ബിൽഡിങ്ങുകളെല്ലാം നിർമ്മിച്ച് അത് വാടകയ്ക്കും വിൽപ്പനയെല്ലാം നടത്തി അങ്ങനെയാണ് മുന്നോട്ട് പോകാറുള്ളത്. പക്ഷെ ഇപ്പോൾ അതിന് സാധിക്കുന്നില്ല. നിർമ്മാണ മേഖല ഒരു ലാഭകരമല്ലാത്തൊരു വ്യവസായമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ സുലഭമായി അതിൻ്റെ നിർമ്മാണ വസ്തുക്കൾ ലഭിക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ, അത് അമിതമായ വിലയില്ലാത്ത രീതിയിൽ, അതിൽ ഇടനിലക്കാരില്ലാത്ത രീതിയിൽ വിതരണം ചെയ്താൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ സ്ഥിതി മാറ്റാൻ വേണ്ടി പറ്റൂ. അതെല്ലാം സർക്കാരിന് കുറേ ഇടപെടാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കോറി ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആ കോറി ഉൽപ്പന്നങ്ങൾ എന്താ സ്ഥിതി, അതിൽ ഇടനിലക്കാരാണ് കൂടുതലുള്ളത്. ആ ഇടനിലക്കാരുള്ളത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള വിലയാണ്. ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ എവിടെ ഇതിൻ്റെ ഒരു ഏകീകരണമായിട്ടുള്ള റേറ്റില്ല. പല ജില്ലകളിലും പല റേറ്റ്, ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിൽ പല റേറ്റാണുള്ളത്. ഇതിലെല്ലാം ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാണ മേഖലയിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ സംഘടന നേരത്തെ തന്നെ പലതവണ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ കരാറുകാരുടെ സ്ഥിതി, നമ്മൾ ഒരു അംഗീകാരവും ഇല്ലാത്ത നിലയിലാണ് നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. വലിയ തൊഴിൽ ചൂഷണം ഈ മേഖലയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ 2011 മുതൽ ആവശ്യപ്പെടുന്നതാണ് സ്വകാര്യ കരാറുകാർക്ക് ലൈസൻസ് തരണം എന്നുള്ളത്. ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കുറേ നടപടികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ വേഗത വേണം. ഇനി അത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല. കരാറുകാരുടെ ലൈസൻസ് ഉടനെ നൽകണം എന്നതുൾപ്പെടെയുള്ള സൈറ്റ് ഇൻഷുർ, വലിയ അപകടം സംഭവിക്കുന്ന ഒരു മേഖലയാണ് നിർമ്മാണ മേഖല. ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത്. അവർക്ക് സ്വാഭാവികമായി എന്തെങ്കിലും ചെറിയൊരു അപകടം പറ്റിയാൽ പോലും കരാറുകാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാവുന്നതല്ല ഇന്നത്തെ നിലയിൽ അവരെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈറ്റ് ഒരു പ്ലാന് പാസ്സാകുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ സൈറ്റ് ഇൻഷുർ പദ്ധതി കൂടി നടപ്പിലാക്കണം എന്നുള്ളതും നമ്മൾ നേരത്തെ തന്നെ സർക്കാരിന് മുന്നോട്ട് വെച്ചുള്ള ഡിമാൻഡുകളാണ്. ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ പഞ്ചദിന സത്യാഗ്രഹം സംഘടിപ്പിച്ചിട്ടുള്ളത്. 1-ാം തീയതിയാണ് അവസാനിക്കുന്നത്. ഇന്നലെയാണ് ആരംഭിച്ചിട്ടുള്ളത്. ഓരോ ദിവസവും പ്രധാനപ്പെട്ട MLA-മാരും ട്രേഡ് യൂണിയൻ നേതാക്കളെല്ലാം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു നല്ലൊരു മാധ്യമ ശ്രദ്ധ നമുക്ക് സംസ്ഥാനത്താകെ കൊണ്ടുവരാൻ നിങ്ങളുടെ സഹായം ഉണ്ടാകണമെന്നാണ് ചുരുക്കി പറയാനുള്ളത്. ബാക്കി നമ്മുടെ സംസ്ഥാന ട്രഷറർ ടി മനോഹരനുണ്ട്, സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള, സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള KV മോഹനൻ തിരുവനന്തപുരമാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ PP രമേശൻ കാസർഗോഡാണ്, ഞാനിതിൻ്റെ ജനറൽ സെക്രട്ടറി പ്രദീപൻ കണ്ണൂരാണ്. ബാക്കി നമ്മുടെ ട്രഷറർ പറയും. ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്തരത്തിലൊരു സമരം നടത്താനിടയായ സാഹചര്യം
നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രദീപൻ പറഞ്ഞിട്ടുണ്ട്. ഈ മേഖലക്കകത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് ഞങ്ങൾ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഉയർത്തുന്ന മുദ്രാവാക്യം. കേരളത്തിനകത്ത് ഏറെ കാലിക പ്രസക്തിയുള്ള മുദ്രാവാക്യമാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഈ മേഖലക്കകത്ത് പ്രധാനമായും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ചൂഷണങ്ങളുമാണ് നമ്മളിവിടെ ഉയർത്തിയ മുദ്രാവാക്യം. കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാം സഹായം ഈ കേരളത്തിനകത്ത് കെട്ടിട നിർമ്മാണ രംഗത്ത് കരാറെടുക്കുന്ന കരാറുകാരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും യഥാവിധി ജനങ്ങളിലേക്ക് എത്തിക്കാനും നിർമ്മാണ മേഖലക്കകത്ത് ഉണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം ജനങ്ങൾക്ക് എത്തിക്കാൻ ആവശ്യമായ തരത്തിലുള്ള എല്ലാ സഹായവും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് മാത്രമാണ് നിങ്ങളോട് സൂചിപ്പിക്കാൻ. ഈ പത്രസമ്മേളനത്തിലൂടെ ഞങ്ങളെ ഒരു സമരത്തിൻ്റെ പ്രാധാന്യം മാത്രമല്ല നിങ്ങളെ തിരുവനന്തപുരത്തെ പ്രബുദ്ധരായ മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഞങ്ങളെ മാത്രം പ്രശ്നമായിട്ട് ഇതിനകത്തൊന്നുമില്ല. ഇത് ഈ കേരളത്തിലെ എല്ലാവിധ ജനങ്ങളുടെയും പ്രശ്നങ്ങളാണ്. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് 10-35 ലക്ഷം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. ആ മേഖല ഇന്ന് സമ്പൂർണ്ണമായ തകർച്ചയിലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ തീരുമാനങ്ങളും നിലപാടുകളും തന്നെയാണ്. പരിസ്ഥിതിക്ക് ഏറ്റവും അധികം ദോഷം വരുത്തുന്ന ഒരു സംവിധാനമാണ് ക്രഷർ മേഖലയിലെ ക്വാറി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതൊരു മാഫിയാണ് ഇന്ന് കേരളത്തിൽ തന്നെ നിയന്ത്രിക്കുന്നത്. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇടനിലക്കാരും ഒക്കെയുള്ള മാഫിയാണ്. ഇതൊക്കെ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങളതൊന്ന് ഫീച്ചർ ചെയ്യണം. നിങ്ങളതിൻ്റെ റിയലായിട്ടുള്ള ആ മേഖലയിലുള്ള മനുഷ്യരുടെ പ്രയാസങ്ങൾ കാണണം. നമ്മൾ വിചാരിക്കും ഇതൊക്കെ വലിയ കോൺട്രാക്ടർമാർ, വലിയ പൈസക്കാർ, അങ്ങനെയൊന്നുമല്ല കേരളത്തിലെ നിർമ്മാണ മേഖലയിലെ സാധാരണ കരാറുകാർ. നിങ്ങളൊക്കെ വീട് അല്ലെങ്കിൽ മറ്റുള്ളവരെ വീട് കിട്ടിയത് നിങ്ങളെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു കരാറുകാരനായിരിക്കും. അയാളുടെ പ്രയാസം എന്ന് പറയുന്നത് നിങ്ങളെയും കൂടെ പ്രയാസമാണ്. നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. ഒരു ആവശ്യത്തിന് മണൽ കിട്ടാനില്ല, അല്ലെങ്കിൽ ഇന്ന് കിട്ടിയ മെറ്റലിന് ഇന്ന് കിട്ടിയ വിലയല്ല അടുത്ത ലോഡ് വരുമ്പോൾ ഉണ്ടാകുക. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണുള്ളത്. ആ പ്രശ്നങ്ങളെ ഒന്ന് മാധ്യമ സുഹൃത്തുക്കൾ ഒന്ന് ഫീച്ചർ ചെയ്യാൻ ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. സമരം ഞങ്ങളെ സംഘടനയുടെ ന്യായമായ അവകാശങ്ങൾ സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള സമരമാണ്. ആ സമരത്തെക്കാൾ കൂടുതൽ ഈ മേഖലയുടെ ഒരു സമ്പൂർണ്ണ തകർച്ച, ഇപ്പം പരമ്പരാഗത മേഖലയിൽ വലിയ തോതിലുള്ള തകർച്ച നേരിട്ടപ്പോൾ ആ തൊഴിലാളികളെ മുഴുവൻ ഉൾക്കൊള്ളുകയും ആ മേഖലയിൽ നിന്ന് വലിയ ജനവിഭാഗങ്ങൾ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടാണ് തൊഴിലെടുത്ത് വന്നത്. ഇന്ന് ഈ മേഖല സമ്പൂർണ്ണമായി തകർച്ചയിലാണ്. അതോടൊപ്പം നിർമ്മാണ തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങളാണ് അതിനേക്കാളും ഞങ്ങൾ അത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ആ ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനത്തിലെ ചില പോരായ്മകൾ കൊണ്ട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിക്ക് അവർക്ക് പെൻഷൻ നൽകാൻ ആവശ്യം ഇപ്പോൾ ഈ 10-15 മാസത്തെ പെൻഷൻ കുടിശ്ശിക ആ ബോർഡിൻ്റെ മുന്നിലുണ്ട്. ഇതൊക്കെ അടങ്ങുന്നതാണ് നമ്മുടെ നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ. അത് മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുന്ന ഗൗരവത്തോടു കൂടി ആ വിഷയത്തെ ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.